തൃത്താല നിയോജക മണ്ഡലത്തിൽ താമര വിരിയുമെന്ന് LDF സ്ഥാനാർത്ഥി വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. വികസന മുരടിപ്പുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ ഇത്തവണ NDA മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുമെന്നും വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. കുടിവെള്ളം, പാർപ്പിടം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന മേഖലകളിലെല്ലാം തൃത്താല ബഹദൂരം പിന്നിലാണ്. ഇടത് വലതു മുന്നണികൾ മാറി ഭരിച്ചിട്ടും തൃത്താലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തത് തികച്ചും ലജ്ജാവഹമാണ്. കഴിഞ്ഞ 12 വർഷമായി മോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കുന്ന വികസന മാതൃക തൃത്താലയിലെ വോട്ടർമാരെ സ്വാധീനിക്കും. കുടിവെള്ളം എത്തിക്കുന്ന ജൽജീവൻ മിഷൻ, പ്രതിവർഷം കർഷകർക്ക് 6000 രൂപ നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി, സാധാരണക്കാർക്ക് ചികിത്സ ഉറപ്പാക്കുന്ന ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ ഒട്ടനേകം പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് തൃത്താലയിലെ ഓരോ കുടുംബവും. BJPക്കെതിരെ നടത്തുന്ന പതിവ് കുപ്രചരണങ്ങൾ അതുകൊണ്ട് തന്നെ ഇനി വിലപ്പോകില്ല. ജനങ്ങൾക്ക് ലഭിച്ച വികസന നേട്ടങ്ങൾ ഇത്തവണ വോട്ടായി മാറുമെന്ന് വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വ്യക്തമാക്കി. മൂന്നാം ഘട്ട പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ച് NDA പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ്. സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചരണ പരിപാടിക്ക് കപ്പൂരിൽ തുടക്കമായി. കപ്പൂർ സിറ്റി, കാഞ്ഞിരഞ്ഞാണി, എറക്കാട്, അമേറ്റിക്കര, കുമരനെല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥി പ്രചരണം നടത്തി. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, എന്നെ MLA ആയി നിങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വെള്ളിയാങ്കല്ലും അതുപോലെ തന്നെ തൃത്താലയിലെയും ടൂറിസം ഹബ്ബാക്കി മാറ്റും. ഏതൊരു ഇന്ത്യക്കാരനും വരാൻ കൊതിക്കുന്ന മനോഹരമായ തൃത്താല ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. തൃത്താലയുടെ നിരവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വിദ്യാഭ്യാസപരമായി ആശുപത്രികൾ, തൃത്താല നിയോജക മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് അപകടം പറ്റിയാൽ എവിടേക്ക് കൊണ്ടുപോകണം? തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകണ്ടേ? കിലോമീറ്ററുകൾ ദൂരെ കൊണ്ടുപോകണമല്ലോ. എന്തുകൊണ്ടാണ് മന്ത്രിയുടെ മണ്ഡലമായ തൃത്താലയിൽ ആശുപത്രികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത്?